പ്രിയപ്പെട്ടവരെ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി കുടുംബസമേതം പിണറായി വിജയൻ പോയത് അദ്ദേഹം അത്രയും മെന്റലി ഡിസ്റ്റർബ്ഡ് ആയിരുന്നു എന്ന്. കാരണം തെരഞ്ഞെടുപ്പിൽ ഒരു കനത്ത തോൽവി ഉണ്ടായാൽ, തിരിച്ചടി ഉണ്ടായാൽ, ആ തിരിച്ചടിയുടെ മുഴുവൻ ഉത്തരവാദി പിണറായി വിജയനാണ് എന്ന രീതിയിൽ പിന്നെ വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലായിരുന്നു. അതിൽ വസ്തുതയുണ്ട്. അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മരുമകന്റെ ഇടപെടലുകൾ, ബാക്കിയുള്ള ഈ അഴിമതി, സ്വജനപക്ഷപാതം, തട്ടിപ്പുകൾ തുടങ്ങിയിട്ടുള്ള മാസപ്പടി വിവാദം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് അത്ര കണ്ട് ശക്തമായിരുന്നു. സ്ഥാനാർത്ഥികളൊക്കെ നല്ല മികച്ച സ്ഥാനാർത്ഥികളാണ്. ശൈലജ ടീച്ചർ, രാധാകൃഷ്ണൻ, സി രവീന്ദ്രനാഥ്, വി ജോയി തുടങ്ങി ഏത് മണ്ഡലത്തിലെടുത്തു നോക്കിയാലും വളരെ കഴിവുള്ള സ്ഥാനാർത്ഥികളെ തന്നെയാണ് നിർത്തിയിരുന്നത്. പക്ഷേ സ്ഥാനാർത്ഥികളുടെ പോരായ്മ കൊണ്ടല്ല, മറിച്ച് പരാജയപ്പെടുന്നതിന്റെ കാരണം അത് ഭരണത്തിലെ പോരായ്മ കൊണ്ടാണ്, പിണറായി വിജയൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചീത്തപ്പേര് കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ മകൾ ഉണ്ടാക്കി വെച്ച ചീത്തപ്പേര് കൊണ്ടാണ് എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ഇതുവരെ അദ്ദേഹത്തിന്റെ അപ്രമാദിത്വമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ടീമിനെ നമ്മുടെ എം പി ഗോവിന്ദൻ ഉണ്ടാക്കി വെച്ചിരുന്നു. എം പി ഗോവിന്ദൻ തന്നെ മുൻകൈയെടുത്ത് ഇതൊരു വലിയ വിമർശനമാക്കി കൊണ്ടുവരാനുള്ള സാധ്യതയൊക്കെ പിണറായിക്ക് ആ വിവരങ്ങളെല്ലാം കിട്ടുമല്ലോ. ആ രീതിയിലുള്ള കോർഡിനേഷനും പരസ്പരമുള്ള ചർച്ചകളും ധാരണകളും എല്ലാം പാർട്ടിക്കകത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ചും തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ തോറ്റു കഴിഞ്ഞാൽ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ശൈലജ ടീച്ചർ, രാധാകൃഷ്ണൻ, ഇങ്ങനെ വാ തുറക്കാതിരുന്നവരെല്ലാം, കഴിഞ്ഞ 8 വർഷമായി നിശബ്ദരായിരുന്ന സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ഒന്നും വിമർശിക്കാതിരുന്ന ആളുകളെല്ലാം സംഘടിതമായി ഒരു വിമർശനത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. അതൊരു പക്ഷേ ഒരു അധികാര മാറ്റത്തിലേക്ക് വരെ നയിക്കാനുള്ള സാധ്യതയും അറിയായിരുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ ഡിപ്രസ്ഡായിട്ടാണ് അദ്ദേഹം പോയത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ ചൂട്. ഈ ചൂട് തീരെ സഹിക്കാൻ വയ്യാലോ. അപ്പോ ഇപ്പം മഴയൊക്കെ പെയ്തു, തണുത്തു. കാരണം ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൂട്ടിയിട്ട് ആണ് അവിടെ പോയത്. കാരണം പണ്ട് കാലത്ത് സായിപ്പന്മാരെ കാലം തൊട്ടേ അങ്ങനെയാണ്. അവർക്ക് വേനൽക്കാല വസതികളുണ്ട്. ഈ ഊട്ടിയിലും മൂന്നാറിലും ഒക്കെ ബംഗ്ലാവുകൾ ഉണ്ടാക്കിയത് അന്നത്തെ ഇവിടുത്തെ ഈ പട്ടാള മേധാവിമാർക്കും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നവർക്കും വേനൽക്കാലത്ത് പോയിട്ട് താമസിക്കാനായിരുന്നു. നമ്മുടെ ജയലളിത അങ്ങനെ തന്നെയായിരുന്നു. കോടനാട് സ്റ്റേറ്റിൽ ആണ് വേനൽക്കാലത്ത് സമാന്തര സെക്രട്ടേറിയറ്റായിട്ട് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ പുള്ളിക്ക് നാട്ടുകാരൊക്കെ ചൂടത്ത് ബുദ്ധിമുട്ടി നിൽക്കുകയാണെങ്കിലും ഒന്ന് ചൂടിൽ നിന്ന് രക്ഷ കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് പോയത്. എന്തായാലും മൂപ്പര് ഇവിടുന്ന് പോയതോട് കൂടിയിട്ട് നാട്ടുകാർക്ക് രക്ഷയായി. ഇങ്ങനെ ഇവിടുന്ന് വണ്ടി കയറിയപ്പോൾ ഇവിടെ മഴ പെയ്യാൻ തുടങ്ങി. അപ്പൊ ഇപ്പൊ ഇവിടുത്തെ മഴയൊക്കെ പെയ്തു, കാലാവസ്ഥ ഓക്കെയാണ്, എന്നാലും ഇപ്പൊ തിരിച്ചു വരാന്നുള്ള ധാരണയും കൂടിയുണ്ട്. വേറൊന്ന് പൊളിറ്റിക്കലി സേഫാണ് ഇപ്പോൾ പുള്ളി. കേരളത്തിലെ അന്തരീക്ഷോഷ്മാവ് താന്നെങ്കിലും രാഷ്ട്രീയോഷ്മാവിൽ വലിയ കുറവൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പൊ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയുള്ള ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ അത് വെച്ചിട്ട് ഗോവിന്ദ മാഷ്ക്ക് ഒരു മുന്നേറ്റം നടത്താനും അദ്ദേഹത്തിനെതിരെ വിമർശനത്തിന് വേണ്ടിയിട്ട് ഒരു സംഘത്തെ രൂപീകരിച്ചെടുക്കാനും ഒക്കെ കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോ എന്റെ മകൾ മാത്രമല്ലോ നിന്റെ മോനും കളനല്ലേ എന്നുള്ളത് തിരിച്ചു വയ്ക്കാം. പിണറായിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ ധാർമ്മികമായി കഴിയാത്തൊരവസ്ഥയിലേക്ക് ദുർബലനായി കഴിഞ്ഞിരിക്കുന്നു ഗോവിന്ദ മാഷ്. കാരണം ഗോവിന്ദ മാഷിന്റെ മകൻ ശ്യാമാണ് കുറെ ദിവസങ്ങളായി കേരളത്തിലെ ചർച്ച. ശ്യാമിന്റെ വഴിവിട്ട ഇടപെടലുകൾ, ശ്യാമിന്റെ പല മോശപ്പെട്ട ബന്ധങ്ങൾ, അവിശുദ്ധമായിട്ടുള്ള ചില കണക്ഷനുകൾ, ഒരു പാർട്ടി സെക്രട്ടറിയുടെ മകൻ പാലിക്കേണ്ടുന്ന യാതൊരു മര്യാദയും ഒരു ധാർമ്മികതയില്ലാതെ ഒരു എത്തിക്സും ഇല്ലാതെ പോകുന്ന പല വഴികൾ, ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും വീണയ്ക്കെതിരെ ഒന്നും പറയാൻ ഗോവിന്ദ മാസ്റ്റർ കൊണ്ടു നടക്കുന്ന ടീമിനോ ആ കോക്കസിനോ കഴിയാത്ത അവസ്ഥ വരും. കാരണം പറഞ്ഞാൽ ഇപ്പുറത്തും വരും ആരോപണം, തിരിച്ച് ശ്യാമിന്റെ വിഷയവും പൊന്തി വരും. അതുകൊണ്ട് എന്റെ മോളെക്കുറിച്ച് നീയും പറയണ്ട, നിന്റെ മോനെക്കുറിച്ച് എന്റെ ആൾക്കാരും പറയണ്ട എന്ന രീതിയിൽ പരസ്പരം അഴിമതിയുടെ കാര്യങ്ങളിൽ സന്ധി ചെയ്യാൻ നിർബന്ധിതരാകുന്ന അവസ്ഥ ഇരു കൂട്ടർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം കസേരയ്ക്ക് വലിയ ഇളക്കൊന്നുമില്ല എന്നുള്ളത് പിണറായിക്ക് ബോധ്യമായി. ഈ വിവാദങ്ങളെല്ലാം ഉയർന്നപ്പോൾ ഏറ്റവും സന്തോഷിക്കുന്നത് പിണറായിയുമായി അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. കാരണം ഗോവിന്ദ മാഷ് എന്താണ് എന്നും ഗോവിന്ദ മാഷിന്റെ മകൻ എന്താണെന്നും സമൂഹം തിരിച്ചറിയുമ്പോൾ ഞങ്ങൾ മാത്രമല്ല കള്ളന്മാർ, ഇവരും കള്ളന്മാർ തന്നെയാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ്. പണ്ട് കോൺഗ്രസിലായിരുന്നു ഇങ്ങനത്തെ സ്ഥിതി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എന്തായാലും നമ്മളെ പിണറായി വിജയൻ 19-ാം തീയതി തിരിച്ചെത്തുമെന്ന് പറഞ്ഞു, യാത്രയൊക്കെ വെട്ടിച്ചുരുക്കി. നല്ല കാര്യം. ഇത്രയും ദിവസം കേരളം ഭരിച്ചത് ക്ലിഫ് ഹൗസിലെ മരപ്പട്ടികളെയാണ്. എന്തായാലും മരപ്പട്ടികൾക്ക് വളരെ സ്വസ്ഥമായിട്ട് കുറച്ച് ദിവസം കഴിയാൻ കഴിഞ്ഞു. കാരണം ആ മനുഷ്യരുടെ ശല്യമൊന്നുമില്ല. എന്തായിരുന്നാലും മരപ്പട്ടികളുടെ ഈ സ്വതന്ത്രമായ വികാരത്തിന് തടസ്സമായിക്കൊണ്ട് അതിന് അവസാനം കണ്ടെത്തിക്കൊണ്ട്
മരപ്പട്ടികൾ മച്ചിന്റെ മേളിൽ മാത്രം ജീവിക്കുകയും താഴെ ജീവിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയനും കുടുംബവും തിരിച്ചെത്തുന്നുണ്ട്. സന്തോഷം. അവർക്ക് എല്ലാവിധ തിരിച്ചുവരവില് എന്താ പറയാ, വളരെ സേഫായിട്ടുള്ള നൈസായിട്ടുള്ള ഒരു യാത്രാമംഗളങ്ങൾക്ക് നേരുന്നു.